സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട നിയമം. പക്ഷെ പേടിക്കണ്ട, നമ്മളിത് ഒരു കഥയിലൂടെ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പോവാണ്. എങ്ങനെയാണെന്ന് നോക്കിയാലോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു പ്രധാന നിയമത്തെക്കുറിച്ചാണ്. ഇത് വെറുമൊരു ടെക്സ്റ്റ് ബുക്ക് വായനയൊന്നും ആയിരിക്കില്ല. കാരണം നമ്മളിത് പഠിക്കാൻ പോകുന്നത് ഒരു ചായക്കടയുടെ ഒരു രസകരമായ കഥയിലൂടെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കഥ നടക്കുന്ന സ്ഥലം. അബുവിന്റെ ചായക്കട. കണ്ടില്ലേ? ഇവിടെ നിന്നാണ് സാമ്പത്തിക ശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു പാഠം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോ അബുവിന്റെ കടയിലെ ഒരു സാധാരണ ദിവസം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ചായയ്ക്ക് 10 രൂപ. ഈ വിലയ്ക്ക് എല്ലാ ദിവസവും ഒരു 100 പേരൊക്കെ സ്ഥിരമായിട്ട് വരും. കച്ചവടമൊക്കെ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഒരു ദിവസം അബു ഒരു കാര്യം തീരുമാനിച്ചു. ഒരു പരീക്ഷണം. തന്റെ ചായയുടെ വിലയൊന്ന് മാറ്റി നോക്കിയാലോ? കച്ചവടത്തിൽ എന്ത് മാറ്റം വരും? അബുവിന്റെ ഈയൊരു പരീക്ഷണമാണ് നമ്മുടെ കഥയെ ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അബു ആദ്യം തന്നെ ചെയ്ത എന്താണെന്നറിയോ? വിലയൊന്ന് കൂട്ടി. പുള്ളി വിചാരിച്ചു തന്റെ ചായയ്ക്ക് നല്ല ഡിമാൻഡുണ്ടല്ലോ, അപ്പോൾ വില കുറച്ചൊന്ന് കൂട്ടിയാൽ ലാഭവും കൂടുമല്ലോ എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ചായയുടെ വില 10 രൂപയിൽ നിന്ന് നേരെ 15 രൂപയാക്കി. അപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അതെ, സംഭവിച്ചത് ഇതുതന്നെയാണ്. വില അങ്ങ് കൂടിയപ്പോൾ സ്ഥിരം വന്നിരുന്ന 100 പേരിൽ പലർക്കും അത് താങ്ങാൻ പറ്റിയില്ല. ചിലരൊക്കെ ചായ കുടിയെ നിർത്തി, വേറെ ചിലര് കട്ടൻ ചായയിലേക്ക് മാറി. അങ്ങനെ കസ്റ്റമേഴ്സിന്റെ എണ്ണം 70 കുറഞ്ഞു. ഇത് ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്നത് തന്നെയല്ലേ? ഒരു സാധനത്തിന് വില കൂടുമ്പോൾ നമ്മളത് വാങ്ങുന്നത് കുറയ്ക്കും. സിമ്പിൾ. തനിക്ക് പറ്റിയ അബദ്ധം അബുവിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അപ്പോൾ പുള്ളി നേരെ തിരിച്ചു പിടിച്ചു. ഒരു പുതിയ തന്ത്രം, ഒരു സ്പെഷ്യൽ ഓഫർ അങ്ങ് പ്രഖ്യാപിച്ചു. ഇനിയൊന്ന് ആലോചിച്ച് നോക്കൂ. ചായയുടെ വില പകുതിയായി കുറച്ചു. വെറും 5 രൂപ. ആളുകളുടെ പ്രതികരണം എന്തായിരിക്കും? അതെ, വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. വില കുറഞ്ഞെന്ന് കേട്ടപ്പോൾ ആ വഴി വരാത്ത ആളുകൾ പോലും ചായ കുടിക്കാൻ വേണ്ടി കടയിലേക്ക് ഓടി വന്നു. കസ്റ്റമേഴ്സിന്റെ എണ്ണം 150 കുതിച്ചുയർന്നു. അബുവിന്റെ ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് നമ്മൾ കണ്ടില്ലേ ഒരു കാര്യം? അതാണ് സാമ്പത്തിക ശാസ്ത്രത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായൊരു നിയമം. ഇതിനെയാണ് ചോദന നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സംഭവം വളരെ സിമ്പിളാണ്. ഒരു സാധനത്തിന്റെ വില കൂടുമ്പോൾ അത് വാങ്ങാനുള്ള ആളുകളുടെ താൽപ്പര്യം, അതായത് ഡിമാൻഡ്, കുറയും. അതേസമയം വില കുറയുമ്പോഴോ ഡിമാൻഡ് കൂടും. അബുവിന്റെ കഥയിൽ നമ്മൾ കണ്ടത് കൃത്യമായിട്ട് ഇതുതന്നെയല്ലേ? അപ്പോൾ ഏറ്റവും പ്രധാനമായി ഓർത്തിരിക്കേണ്ട പോയിന്റ് ഇതാണ്: വില മുകളിലേക്ക് പോകുമ്പോൾ ഡിമാൻഡ് താഴോട്ട് വരുന്നു. ഇനി വില താഴോട്ട് വന്നാലോ? ഡിമാൻഡ് മുകളിലേക്ക് പോകുന്നു. വളരെ ലളിതമായ ഒരു കാര്യമാണിത്. അതായത് വിലയും ഡിമാൻഡും തമ്മിലൊരു വിപരീത ബന്ധമാണ്, ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. കണ്ടില്ലേ? ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുന്നു. ഇവ രണ്ടും എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ നിയമം ശരിയാവണമെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും മാറുന്നില്ല എന്ന് നമ്മൾ സങ്കൽപ്പിക്കണം. ഉദാഹരണത്തിന്, ആളുകളുടെ വരുമാനം പെട്ടെന്ന് കൂടരുത്, അല്ലെങ്കിൽ ചായ ആരോഗ്യത്തിന് നല്ലതല്ല എന്നൊരു വാർത്ത വരരുത്. ഇങ്ങനെ ബാക്കി എല്ലാ കാര്യങ്ങളും കോൺസ്റ്റന്റായിരിക്കുമ്പോൾ എന്ന് പറയാനാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞർ സെറ്ററിസ് പാരിബസ് എന്നൊരു ലാറ്റിൻ വാക്ക് ഉപയോഗിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആശയം എങ്ങനെ എളുപ്പത്തിൽ ഓർത്തുവെക്കാമെന്ന് നോക്കിയാലോ? ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാം. ഇതിനെയാണ് നമ്മൾ ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് വിളിക്കുന്നത്. അബുവിന്റെ പരീക്ഷണത്തിൽ നിന്നുള്ള ഡാറ്റയെല്ലാം സിമ്പിളായിട്ട് ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, വില 15 രൂപയായിരുന്നപ്പോൾ 70 കസ്റ്റമേഴ്സ്. 10 രൂപയായപ്പോൾ അത് 100 വില വെറും 5 രൂപയിലേക്ക് താഴ്ന്നപ്പോൾ കസ്റ്റമേഴ്സിന്റെ എണ്ണം 150 കണ്ടില്ലേ? വിലയും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണിത്. അപ്പോൾ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ പ്രധാന പോയിന്റ്സ് ഇതൊക്കെയാണ്. 1. വിലയും ഉപഭോക്താവിന്റെ ആവശ്യവും, അതായത് ഡിമാൻഡും തമ്മിലുള്ള ബന്ധമാണ് ചോദന നിയമം. 2. ഇതൊരു വിപരീത ബന്ധമാണ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. 3. ഡിമാൻഡ് ഷെഡ്യൂൾ ഉപയോഗിച്ച് നമുക്കിത് എളുപ്പത്തിൽ കാണിക്കാം. പിന്നെ ഏറ്റവും പ്രധാനമായി സെറ്ററിസ് പാരിബസ് എന്ന കണ്ടീഷനും മറക്കരുത്, അതായത് മറ്റെല്ലാ സാഹചര്യങ്ങളും സ്ഥിരമായിരിക്കണം. അപ്പോൾ ചോദനാ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതേ ചായക്കടയുടെ കഥ വെച്ച് തന്നെ ഈ നാണയത്തിന്റെ നറുവശമായ വിതരണ നിയമത്തെക്കുറിച്ച്, അതായത് ലോ ഓഫ് സപ്ലൈയെക്കുറിച്ച് പഠിച്ചാലോ? നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക.